പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അച്ചാറാണ്. അപ്പോൾ ഈന്തപ്പഴം കുരുകളഞ്ഞത്, ഇത് നമ്മുടെ പഴം ഉണക്കിയത്, ഇത് ബ്ലാക്ക് ചെറി കുരുകളഞ്ഞ് വെച്ചത്, പിന്നെ അതേ മുന്തിരി ഉണക്കിയത്. നമ്മുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ എടുത്ത് നമുക്കിടാം. അതുപോലെ നല്ലെണ്ണ വേണം. ഇത് ഖാദിയുടെ നല്ലെണ്ണ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കായം, ഉലുവ, കടുക് ഞാൻ എണ്ണയിൽ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത്. വിനിഗറും കരിഞ്ചീരകം ഇട്ട് നമ്മൾ ഒരു വർഷം മുമ്പ് ഇട്ട് വെച്ചിരുന്നു. കരിഞ്ചീരകം ഇല്ലാത്തവരിടാനൊന്നും കൊണ്ടുള്ളവരിട്ടാൽ കുറച്ചുകൂടി ഹെൽത്തിയാണ് മാത്രം. ഓടിൻ്റെ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ മണ്ണിൻ്റെ ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ മൺചട്ടി വെക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട്, ഒരു അടി പൊട്ടി പോകുന്നത്. കാരണം കൊണ്ടാണ് ഞാൻ ഈ ഓട് ആളുകളും വേറെ പാത്രങ്ങളെക്കാളും ബെസ്റ്റ് ഇതാണ്. എള്ളെണ്ണയാണത്. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഒരു തിളക്കം നല്ലെണ്ണ എണ്ണ അവർ പറയുന്ന ഒരു മരച്ചക്കില കാട്ടിയ എണ്ണയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നമുക്കത് വിശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലേശം ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിടാം. അപ്പം ഇങ്ങനെ വഴറ്റി വരട്ടിയത് വരണം. ഇതിൻ്റെ പച്ചമണം പോണ വരാം. തീ കൂട്ടിയിടുമ്പോൾ ഇതങ്ങോട്ട് മുരിയുമ്പോൾ നമുക്ക് കറിക്ക് ഈ അച്ചാറിന് ഒരു ഗ്രേവി തോന്നില്ല. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അധികം ഒന്നും ഇടണ്ട, നുള്ളു ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഓരോന്നായിട്ടിടാം. ഈന്തപ്പഴം കുരുകളഞ്ഞത്, പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പഴം നമുക്ക് കൂടുതലാവുമ്പോൾ അത് ഉണക്കി വെച്ചിട്ടുണ്ടായതാണ്. പിന്നെ മുന്തിരി, കിസ്മിസ്, പിന്നെ ഇത് ബ്ലാക്ക് ചെറി കുരുകളഞ്ഞത്. നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടാം നമുക്ക്. രണ്ടൊന്നും കൂടി ഇളക്കിക്കൊണ്ടിരിക്കുക. അധികം നേരം ഒന്നും ഇളക്കണ്ട. ചൊക്കയിലിട്ട് വെച്ച് നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ചൊക്കയുണ്ട്, അപ്പോൾ വേറെ പുളിയൊന്നും ചേർക്കണ്ട. നാരങ്ങ ഉപ്പിട്ട് വെച്ചേക്കണ നമ്മൾ വേറെ ഉപ്പും ചേർക്കണ്ട, ചൊക്കയിലിരിക്കണ പുളിയും ചേർക്കണ്ട. നമ്മുടെ അച്ചാർ പൊടി, ഇത് കായവും ഉലുവയൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, എണ്ണയിൽ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂണാണ്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എല്ലാം കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒട്ടും നനവുണ്ടാവില്ല. ഇതൊന്നും വെള്ളത്തിൻ്റെ അംശം വന്നാൽ അച്ചാറ് നമ്മുടെ കേടായി പോകും, പൂത്തുപോകും. ഇതിപ്പോൾ വെള്ളം ഇട്ടേ ഇല്ല. സിമ്മിലിട്ടിട്ട് വേണം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, നല്ല കളർ കിട്ടാൻ. ഇത് മാത്രം നമുക്ക് എരിവിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ. എരിവ് വേണ്ടവർക്ക് കൂടുതലാവും. കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ അച്ചാറിനൊരു കളർ കിട്ടും. കുറച്ചും കൂടി ഇടാം. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ.
ഇത് നല്ല 20 മധുരങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്യാം. നമ്മൾ നാരങ്ങയൊക്കെ ചെറുനാരങ്ങയൊക്കെ കൂടുതലുള്ള സമയത്ത് മുറിച്ച് ഉപ്പ് ചൊറുക്കിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് കേടുവന്നു. അപ്പോൾ കുറച്ചധികം നാൾ കഴിയുമ്പോൾ ഇതൊക്കെ അരിഞ്ഞ നാരങ്ങ ഇടുമ്പോഴാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും എന്നിട്ട് പറഞ്ഞു. ഇനി ഇതെല്ലാം ശരിയായി അച്ചാർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കുപ്പിയിലേക്ക് ആക്കുമ്പോൾ ഒന്ന് തൊട്ട് നക്കി നോക്കിയപ്പോഴും എനിക്ക് ഇത്തിരി പുളി കൂടുതൽ തോന്നിയപ്പോൾ കുറച്ച് ശർക്കര പൊടിച്ച് വയ്ക്കുക, അപ്പോൾ അതിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുപ്പിയിലാക്കി കഴിഞ്ഞിട്ട് നമ്മളതിൽ തേനുണ്ടെങ്കിൽ കുറച്ച് തേനും മീതെ ഒഴിച്ചു, അപ്പോൾ കുറേയും കൂടി നല്ല ടേസ്റ്റാവും. ഇത് പെട്ടെന്ന് തീർന്നു പൊക്കോളൂ. കുട്ടികളൊക്കെ ഇഷ്ടം പോലെ എടുത്ത് കഴിക്കും. നമുക്കപ്പോൾ അവർക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഉള്ളിലേക്ക് ചെന്നൊന്നായില്ലോ. അങ്ങനെ 2 ഉപകാരവും ഇതിനുണ്ട്. പിന്നെ 1-2 ദിവസമൊക്കെ പുറത്തിരിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മളതൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം, കാരണം നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കണില്ല. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾക്ക് അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് അച്ചാറാണിത്. ഇതിൽ തേനും ഉണ്ട്, പിന്നെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയണേ.